മുതലമട കുണ്ടന്തോട് 10-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ശ്മശാനം കയ്യേറിയതായി പരാതി. നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. കുണ്ടന്തോട്, ചപ്പക്കാട്, മന്നാടിയാർ, മണിയാർ, ലക്ഷംവീട്, വാൽക്കാട്, കുണ്ടംതോട്, മൂച്ചംകുണ്ട്, തരിപ്പാറച്ചള്ള എന്നീ ഉന്നതികളിലായി 325 വീടുകളിലായി 1000-ത്തിലധികം ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന മേഖലയിലെ ജനങ്ങൾക്കുള്ള പൊതുശ്മശാനമാണ് സ്വകാര്യ വ്യക്തി കയ്യേറി കമ്പിവേലി കെട്ടാൻ ശ്രമിച്ചത്. സംഭവം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലൈരാജിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. ഈ ഭാഗം കാലാകാലങ്ങളായി ശ്മശാനമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന സ്ഥലമാണ്. ഏകദേശം 6-7 ഉന്നതികളോളം ഉള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ. വാൽക്കാട് ഉന്നതി, ചപ്പക്കാട്, ലക്ഷംവീട്, മണ്ണാടിയാർ, മണിയാർ, കുണ്ടന്തോട്, മൂച്ചംകുണ്ട്, നരിപ്പാറച്ചല എന്ന ഉന്നതിയിൽ കൂടുതലോളം പട്ടികവർഗ ആൾക്കാർക്ക് താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്. ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റും ഉണ്ട്. ഇത്രത്തോളം ആളും മരിച്ചാൽ ഇവിടെ തന്നെയാണ് സംസ്കരിക്കുന്നത്. ഈ സ്വകാര്യ വ്യക്തിയിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആർക്കും അറിയാതെ തന്നെ നോക്കിയാൽ തന്നെ കാണാം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് JCB ഇട്ട് നിർത്തി ഒരു ആൾക്കാർ പോലും ഉള്ളിൽ കയറാതെ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നാട്ടുകാർ എന്നോട് വിളിച്ച് അറിയിച്ചപ്പോൾ അപ്പം തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഒന്ന് തടയുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, മുതലമട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഒരു കാരണം വെച്ചാലും ഇവിടെ ഞങ്ങൾ സമ്മതിക്കില്ല. വേറെ ഏത് സ്ഥലവും ഇവർക്ക് സംസ്കരിക്കാൻ സ്ഥലമില്ല. ഇത്രത്തോളം 10,000-ത്തോളം ആൾക്കാർ ജീവിച്ച് വരുന്ന ഒരു മേഖലയാണിത്, ചപ്പക്കാട് മേഖല. ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇടപെട്ട് ഈ സ്ഥലം കയ്യേറിനെതിരെ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ എല്ലാം അറിയാം, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം പോകുന്ന കൂടിയ ഒരു സ്ഥലവും കൂടിയാണ് സൈഡിൽ. അത് കയ്യേറ്റം ചെയ്ത് മരങ്ങൾ പുഴയ്ക്കിയ വേരുകളൊക്കെ കൊണ്ടുവന്ന് ഇതിലിട്ടിട്ടുള്ളതാണ്. ഈ വേരുകളൊക്കെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രധാന ഭാഗമായ ഒരു പുഴയുടെ ബ്രിഡ്ജുണ്ട്, അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ 2-3 ഗ്രാമങ്ങൾ മൊത്തം തന്നെ റോഡില്ലാതായി പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെ എല്ലാം കൂടി പറയണത് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒതുക്കി തരണം എന്നുള്ളതാണ് നമ്മളിതിൽ പറയാനുള്ളത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകി. സ്വകാര്യ വ്യക്തി ഇത്തരം നടപടി തുടർന്നാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. 200 വർഷത്തിലധികമായി ഇവിടെയാണ് മരണാനന്തരം മറവ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ അവകാശപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.